പരിപാടി എന്താണെന്നറിയോ? നമുക്കൊരു മധുരമുള്ള ചട്നി ഉണ്ടാക്കിയാലോ? ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ ഗീ റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു ചമ്മന്തി. അതിനകത്ത് എന്തൊക്കെയാ വേണ്ടിയെന്നറിയോ? ഇതാ ഞാനൊരു 10 ചുള ഡേറ്റ്സ് ഇല്ലേ, കാരക്ക, കുരുവൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. 10 ചുള എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള 4-5 വറ്റൽമുളക്. നിങ്ങള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വറ്റൽമുളക് വേണമെങ്കിൽ എരിവ് കുറച്ച് നിങ്ങളുടെ പാകത്തിനെടുത്തോ. ഒറ്റ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, പിന്നെ ഒരു 1.5 സ്പൂൺ ശർക്കരപ്പാൻ, ഒരു പിഞ്ച് കായം. ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. പായോ. ആദ്യം തന്നെ ഇതാ വറ്റൽമുളകില്ലേ, അതും നമ്മുടെ ഡേറ്റ്സും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് നല്ല തിളച്ച വെള്ളമില്ലേ അതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് ഇതൊന്ന് കുതിരാൻ മതി. നമ്മുടെ ഡേറ്റ്സും മുളകും കൂടെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാല്, കുതിരുക എന്ന് പറഞ്ഞാൽ അതൊന്ന് വെള്ളം തണുത്താൽ മതി. തിളച്ച വെള്ളം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ ഇഞ്ചി എടുത്തു വെച്ചത്, ഒരു ചുള വെളുത്തുള്ളിയാണ് കേട്ടോ, മുറിച്ചതാ രണ്ടായിട്ട്. കുറച്ചുപ്പ്, നമ്മൾ എടുത്തു വെച്ച വാളംപുളി അതും കൂടെ ഇട്ടു. നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം കേട്ടോ. ഇതാ നമ്മൾ അരച്ചെടുത്ത ചമ്മന്തി മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് കായപ്പൊടി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ ഇട്ടാല് നല്ല ടേസ്റ്റാ. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇത് അങ്ങനെ അരച്ചെടുത്താൽ ഉടനെ ഉപയോഗിക്കാവുന്ന ചമ്മന്തി കേട്ടോ, മധുര ചമ്മന്തി. അടിപൊളി മധുര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ആ കായത്തിന്റെ ഫ്ലേവർ നല്ല സൂപ്പറാ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എത്രയും പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഒരു ബിരിയാണിക്കോ നെയ്ച്ചോറിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ചപ്പാത്തിക്കോ ഒക്കെ കൊടുക്കാവുന്ന നല്ലൊരു മധുര ചമ്മന്തിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ടേസ്റ്റ് നോക്കണ്ടേ? ഞാനിത് ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല രസമുള്ള ഒരു ചമ്മന്തി. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈസി ആയിട്ട് ബിരിയാണിക്ക് ഇപ്പൊ അച്ചാറൊന്നും ഇല്ലെങ്കിലും വേഗം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.